ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ക്രിസ്മസ് വെക്കേഷന് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ്. അനിയൻ്റെ മോളുടെ ബർത്ത്ഡേക്കുള്ള കുറച്ച് ബർത്ത്ഡേ ഷോപ്പിങ്ങും ബർത്ത്ഡേ കേക്ക് മേക്കിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ കൊട്ടിയം ലുലു മാളിലേക്കാണ് പോയത്. അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളും പിന്നെ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ അവിടുന്ന് തന്നെ എടുത്തു. കേക്കിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീമും കേക്ക് ബോർഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊട്ടിയത്ത് തന്നെയുള്ള വേറൊരു കടയിൽ കയറിയാണ് വാങ്ങിച്ചത്. ആ കടയിലാണെങ്കിൽ കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റംസ് ഒന്നുമില്ല. കൊല്ലത്തോട്ട് പോകാനുള്ള സമയമില്ലാതായിപ്പോയി. അല്ലെങ്കിൽ അവിടെ ചെന്നാൽ കൊല്ലം സ്റ്റേൻസിൽ കയറിയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാ അടിപൊളി സാധനങ്ങളാണ്. ഷോപ്പിങ്ങിന് ഇറങ്ങിയത് തന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ്. പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം കേക്കിൻ്റെയൊക്കെ പണി തുടങ്ങാൻ. കൊട്ടിയം ഡ്രീംസ് മാളിലാണ് ലുലു ഡെയിലി ഉള്ളത്. ഇവിടെ തന്നെ 3rd ഫ്ലോറിലാണ് പെപ്പെ പ്ലാനറ്റ്. ഒരുപാട് പ്രാവശ്യം ലുലുവിൽ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും പെപ്പെ പ്ലാനറ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. എൻ്റെ മോൻ ഇവിടെ വരാൻ തന്നെ കാരണം ഇതിനകത്തൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഒന്നിലും കയറ്റിയില്ല. അതിനുള്ള സമയവും ഇല്ല. കയറിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകുന്നതിന് ഒരു പാടുമില്ല. അങ്ങനെ അവനെ പറഞ്ഞൊരു വിധത്തിൽ മനസ്സിലാക്കി. എന്നാലും രണ്ടുപേരെയും അവിടെ നിറക്കാൻ വലിയ പാടുപെട്ട്. മോളിൽ ലാസ്റ്റ് നല്ല കരച്ചിലായി. എങ്ങനെയൊക്കെയോ രണ്ടുപേരെയും പിടിച്ച് ലിഫ്റ്റിൽ കയറ്റി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത ഐറ്റം വരുന്നത്. താഴത്തെ ഫ്ലോറിൽ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് കറങ്ങുന്ന ഒരു ചെറിയ ട്രെയിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരെ അതിനകത്തൊന്ന് കയറ്റി 5-6 വട്ടമൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തു. ആകെ കൂടി 5 മിനിറ്റ് അത്രയും ഇല്ല. അതിനകത്തൊന്ന് കയറിയപ്പോഴാണ് രണ്ടുപേർക്കൊന്ന് സമാധാനമായത്. അന്നേരം കാണുന്ന സന്തോഷം. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കേക്കിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കേക്കിന് വേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് ആദ്യം സെറ്റാക്കി വെച്ച്. ബീറ്ററും മെഷറിംഗ് കപ്പും ടേണിംഗ് ടേബിളും എല്ലാം ഉമ്മാടയിലുള്ളത് വലിയ ഉപകാരമായി. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇത്രയും ചേർത്ത് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കണം. ഉമ്മാടയിലിരിക്കുന്ന മെഷറിംഗ് കപ്പിനകത്ത് അളവില്ല കേട്ടോ. എൻ്റെതിനകത്താണെങ്കിൽ 250 ml എന്നൊരളവുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റായിരുന്നു 1 കിലോയ്ക്ക്. പക്ഷേ ഇത് ഇച്ചിരി വലിപ്പം കൂടിയ കപ്പാണ്. ചെയ്തു വന്നപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു കേക്കിന്. ഇനി ഒട്ടും നനവില്ലാത്ത ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബൗളിൻ്റെ ഡിസൈനൊന്നും എന്തായാലും പേടിക്കണ്ട. ഇത് ഉമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ എക്സിബിഷൻ ഹാളിൽ നിന്ന് വാങ്ങിയ ഒരു ബൗളാണ്. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ ഉപയോഗിക്കാതെ അലമാരയിൽ വെച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ട്. മുട്ടയും വാനില എസൻസും 1 മിനിറ്റ് ഒന്ന് അടിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി പതപ്പിച്ച് ഒരു കളറൊക്കെ മാറി ലൈറ്റ് വൈറ്റ് ഷെയ്ഡൊക്കെ എത്തുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ കേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ബീറ്ററൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ ചെന്ന് സ്റ്റൗവിലേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വയ്ക്കും. കേക്ക് ടിന്ന് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു റിങ് ഇട്ട് അതിനടപ്പും വെച്ച് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടേക്കും. ആ വെച്ച പാത്രമൊക്കെ ഒന്ന് ചൂടാവുന്ന ടൈം കൊണ്ട് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് മൈദയുടെ മിക്സ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ച് വെച്ചിരുന്ന മൈദയുടെ മിക്സ് 3-4 പ്രാവശ്യമായി കുറേശ്ശെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായ രീതിയിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് മൈദയുടെ പൊടിയൊക്കെ കട്ട കെട്ടി കിടക്കും. അതെല്ലാം പോകുന്ന രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ വരേണ്ടത്. ഇനി കേക്ക് ടിന്നൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കേണ്ടതാണ്, ഞാനല്ലെങ്കിലും അവസാനം കൊണ്ടെല്ലാം ചെയ്ത് വെക്കുന്നത്. കടയിൽ പോയപ്പോൾ ബട്ടർ പേപ്പർ എടുക്കാൻ മറന്നുപോയി. പകരം നല്ല രീതിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കുറച്ച് മൈദാപ്പൊടി ഇട്ട് തട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് ബാറ്റർ ഒഴിച്ചാലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കേക്ക് അതിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. ഇനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച ആ പാത്രത്തിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് 30 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കേക്ക് റെഡിയായി കിട്ടും. ഇതേ അളവിൽ ഒരു കേക്കും കൂടി ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ച്. ഇനി ഈ 2 കേക്കിനും വേണ്ടി 3 കപ്പ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ്. പക്ഷേ എനിക്ക് അന്ന് അവിടെ ഈ ക്രീം കിട്ടിയില്ല, പകരം റിച്ചിൻ്റെ ക്രീമാണ് കിട്ടിയത്. ഇതിന് നല്ല മധുരമാണ്. കേക്കിൻ്റെ ലെയറിലേക്കും ക്രീം കോട്ടിനും ആവശ്യമായിട്ടുള്ള ക്രീം എടുത്തിട്ട് ബാലൻസ് ക്രീം നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഇനി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ചെറിയും 1 നുള്ളി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് വെക്കേണ്ടതാണ്. ഇത് നേരത്തെ ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. അങ്ങനെ കേക്ക് ഐസിങ് ചെയ്യേണ്ട എല്ലാ ഐറ്റംസും റെഡിയായി. കേക്കും ക്രീമും ഷുഗർ സിറപ്പും ചോക്ലേറ്റും ചെറിയും എല്ലാം സെറ്റാക്കി വെച്ച്. സാധാരണ ഒരു കേക്കിന് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ഒരു കേക്ക് 2ആയിട്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ 2 കേക്കും കട്ട് ചെയ്തപ്പോൾ മൊത്തം 4 ലെയർ കിട്ടി. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വൈറ്റ് കോമ്പൗണ്ട് കട്ട് ചെയ്തതും കുറച്ച് ചെറി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കുഞ്ഞിക്കൈ വന്ന് വൈറ്റ് ചോക്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടേ? ഞാൻ ഈ കേക്കിൻ്റെ ഐസിങ്ങൊക്കെ കൊടുക്കുന്നത് രാത്രി 11:30 മണിക്കാണ്. അന്നേരവും ഉറങ്ങാതെ എൻ്റെ കൂടെ തന്നെ ആളുണ്ട്. പിറ്റേന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ. ഇതേ രീതിയിൽ തന്നെ ബാക്കി 3 ലെയറും സെറ്റാക്കി എടുക്കാം. ക്രീം കോട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കേക്കിനെ നമ്മളൊരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിനുശേഷം വീണ്ടും എടുത്ത് ലാസ്റ്റ് ഫൈനൽ കോട്ടിങ് കൊടുക്കാം. കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിങ്കിൾസും ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പോയപ്പോൾ എടുക്കാൻ മറന്നുപോയി. പിന്നെ കൊട്ടിയത്ത് ചെന്നപ്പോൾ അവിടെ കടകളിൽ നല്ല ഐറ്റംസ് ഒന്നും കിട്ടിയതുമില്ല. പിന്നെ വീട്ടിൽ തന്നെ ഉള്ള നോസിലൊക്കെ ഉപയോഗിച്ച് നോസിൽ ഡിസൈനാണ് കൊടുത്തത്. അങ്ങനെ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഒരു ചെറിയ ഷോപ്പിങ്ങും കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തിക്കും. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കും വീഡിയോ ചെയ്യാനൊരു ഇഷ്ടമൊക്കെ വരുന്നത്. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.